ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15-നാണ്. അതുപോലെ ഇന്ത്യ റിപ്പബ്ലിക്കായതെന്നാണ് 1950 ജനുവരി 26-നുമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നും ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26-നുമാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമായ ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് 1953 ഒക്ടോബർ 1-നാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഗുജറാത്തിലെ കച്ച് ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല പുതുച്ചേരിയിലെ മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. പുതുച്ചേരിയിലെ മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലം ഏതാണ്? മൽക്കജ് ഗിരി. തെലങ്കാനയിലെ മൽക്കജ് ഗിരിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൗക്കുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ന്യൂഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 6. അതേതാണ് 6 ക്ലാസിക്കൽ ഭാഷകൾ? തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇന്ത്യയിലെ 6 ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം 6 ക്ലാസിക്കൽ ഭാഷകൾ തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ എന്നിവയാണ്. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9 ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം 18 ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം 18 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22 കർണാടകയിൽ 31ാമതായി നിലവിൽ വന്ന ജില്ല ഏതാണ്? വിജയനഗര. കർണാടകയിൽ 31ാമതായി നിലവിൽ വന്ന ജില്ല വിജയനഗര ജില്ലയാണ്. ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. 2014 ജൂൺ 2-നാണ് തെലങ്കാന സംസ്ഥാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങൾ രൂപീകൃതമായ വർഷവും സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഷയുമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടി എല്ലാവരും സ്ക്രീൻ നോക്കിയൊന്ന് വായിച്ച് പഠിക്കണം. തലസ്ഥാനങ്ങളും അതുപോലെ രൂപീകൃതമായ വർഷം അത് അത്രയും പ്രാധാന്യമില്ല, എന്നാലും തലസ്ഥാനം എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം പഠിച്ചിരിക്കേണ്ടതാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. അസം ദിസ്പൂറാണ്. ബീഹാർ തലസ്ഥാനം
പാട്നയാണ്. ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോൾ പുതിയ തലസ്ഥാനം നയാ റായ്പൂർ ആണ്. അതിൻ്റെ പേരിപ്പം അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഗോവ പനാജിയാണ്. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജാർഖണ്ഡ് റാഞ്ചി. കർണാടക ബംഗളൂരു. കേരളം തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. മണിപ്പൂർ ഇംഫാൽ. മേഘാലയ ഷില്ലോങ്. മിസോറാം ഐസ്വാൾ. നാഗാലാൻഡ് കൊഹിമ. ഒഡീഷ ഭുവനേശ്വർ. പഞ്ചാബ് ചണ്ഡീഗഡ്. രാജസ്ഥാൻ ജയ്പൂർ. സിക്കിം ഗാംഗ്ടോക്ക്. തമിഴ്നാട് ചൈന. തെലുങ്കാന ഹൈദരാബാദ്. തെലുങ്കാന രൂപീകൃതമായ ഡേറ്റ് ഓർത്ത് വെക്കണം, 2014 ജൂൺ 2 ആണ്. ത്രിപുര അഗർത്തല. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, അത് ശൈത്യകാല തലസ്ഥാനമാണ് ഡെറാഡൂൺ. അതുപോലെ വേനൽക്കാല തലസ്ഥാനം ഗൈർസെൻ ആണ്. ഉത്തർപ്രദേശ് ലക്നൗ. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. ഇതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിൻ്റെ തലസ്ഥാനവും അറിഞ്ഞിരിക്കണം. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവുമാണ്. ജമ്മു ആൻഡ് കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31 ഇതേ ദിവസം തന്നെയാണ് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും നിലവിൽ വന്നത്. 2019 ഒക്ടോബർ 31. ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്. ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദീവിൻ്റെ തലസ്ഥാനം ദാമനാണ്. അത് നിലവിൽ വന്ന് 2020 ജനുവരി 26 ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ലക്ഷദ്വീപ് കവരത്തിയും പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരിയുമാണ്. സംസ്ഥാനങ്ങളും പേരിൻ്റെ അർത്ഥവും ഒക്കെയുണ്ട്, അത് സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കുക. കേരളം കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ് അർത്ഥം. ഇത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പട്ടണങ്ങളും അപരനാമങ്ങളുമാണ് ഇന്ത്യയുടെ പ്രവേശന കവാടം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ ഹോളിവുഡ്, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ വ്യവസായ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈയാണ്. ഹൈടെക് സിറ്റി, ഭാഗ്യനഗരം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഹൈദരാബാദാണ്. കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറാണ്. ഇന്ത്യൻ ഡെട്രോയിഡ് എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ്. പാടല നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂറാണ്. ധവള നഗരം, തടാകങ്ങളുടെ നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉദയ്പൂറാണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരും മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്കുമാണ്. വജ്രനഗരം എന്നറിയപ്പെടുന്ന സൂററ്റാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. അഹല്യാനഗരി എന്നറിയപ്പെടുന്നത് ഇൻഡോറാണ്. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരാണ്. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂറാണ്. യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേഷാണ്. സന്തോഷത്തിൻ്റെ നഗരം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദാണ്. നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ്. അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ്. പ്രതിഭകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ സ്പേസ് സിറ്റി, ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കലാണ്. തൈല നഗരം ദിബ്രുഗഡാണ്. സൈക്കിൾ നഗരം ലുധിയാനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുക. വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം റാഞ്ചി. പിന്നെ പഴയ പേരും പുതിയ പേരുമുണ്ട്. അങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങൾ സ്ക്രീൻ നോക്കി പഠിക്കാം. കൂടാതെ നമ്മുടെ ഇതേ ക്ലാസ്സിൻ്റെ തന്നെ PDF നമ്മൾ PDF ഗ്രൂപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചെറിയൊരു ഫീസ് 100 രൂപ ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ. ആ ഫീസ് വാങ്ങി ഇതും കൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഒരു ഫോൺ നമ്പർ ഞാൻ പറയാം. ഇതാണ് നമ്പർ 8593069806. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ PDF ആവശ്യമുണ്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാക്കുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷവും ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയുമാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. നമ്മുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ദേശീയ വൃക്ഷം പേരാലും ദേശീയ നൃത്തരൂപം ഭരതനാട്യവുമാണ്. ദേശീയ മത്സ്യം ഐക്കൂറയാണ്. ദേശീയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ദേശീയ പാനീയം ചായയാണ്.
ഇന്ത്യയുടെ ദേശീയ പാനീയം ചായയാണ്. നമ്മുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. നമ്മുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. നമ്മുടെ ദേശീയ മുദ്ര അറിയപ്പെടുന്നത് സിംഹമുദ്ര എന്നാണ്. നമ്മുടെ ദേശീയ പക്ഷി മയിലാണ്. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത, ത്യാഗം എന്നിവയാണ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ്. ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധത, സമാധാനം എന്നിവയാണ്. ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധതയെയും സമാധാനത്തെയുമാണ്. ദേശീയ പതാകയിലെ പച്ചനിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി, ഫലഭൂയിഷ്ഠത എന്നിവയാണ്. ദേശീയ പതാകയിലെ പച്ചനിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി, ഫലഭൂയിഷ്ഠത എന്നിവയാണ്. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്ന എവിടുന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24 ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതി. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ തിരിച്ച് 2:3 ആണ്. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. കർണാടകയിലെ ഹൂബ്ലിയിലുള്ള കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല. ഇന്ത്യക്കായി ആദ്യമായി ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് 1904 സിസ്റ്റർ നിവേദിതയാണ്. ഇന്ത്യക്കായി ആദ്യമായി ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് 1904 സിസ്റ്റർ നിവേദിതയാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് 1906 ആഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് 1906 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി അന്തർദേശീയ തലത്തിൽ ഉയർത്തിയത് 1907 ബെർലിൻ കമ്മിറ്റിയിൽ മാഡം ഭിക്കാജി ഗാമയാണ്. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി അന്തർദേശീയ തലത്തിൽ ഉയർത്തിയതാരാണ്? മാഡം ഭിക്കാജി ഗാമ 1907 ബെർലിൻ കമ്മിറ്റിയിൽ. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷം ഏതാണ്? 1931. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931 ആണ്. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് വെക്സിലോളജി എന്നാണ്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന എന്നാണ്? 2002 ജനുവരി 26. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ 5 സിംഹം, 1 കാള, 1 കുതിര, 1 ആന എന്നിങ്ങനെ 8 മൃഗങ്ങളാണ്. ഇന്ത്യയുടെ
ദേശീയ മുദ്രയായ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ 5 സിംഹം, 1 കാള, 1 കുതിര, 1 ആന എന്നിങ്ങനെ 8 മൃഗങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാണ്? ദീനാനാഥ് ഭാർഗവ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമായ സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമായ സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1950 ജനുവരി 24. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന രചിച്ച ഭാഷ ബംഗാളി ഭാഷയിലാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂറാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ സരളാദേവി ചൗധറാണിയാണ്. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ സരളാദേവി ചൗധറാണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സൊനാർ ബംഗ്ല രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സൊനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് എത്ര തവണയാണ് ആവർത്തിക്കുന്നത്? 10 തവണ. ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് 10 തവണ ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അംഗീകരിച്ച എന്നാണ്? 1950 ജനുവരി 24. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിച്ച അതേ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെയും അംഗീകരിച്ചത്. 1950 ജനുവരി 24. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശ് രാഗം. ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഏത് ഭാഷയിലാണ്? സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷ. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ്? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സന്യാസി കലാപം. സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോട്ട് ടു ദി രചിച്ചത് ആരാണ്? അരവിന്ദ ഘോഷ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോട്ട് ടു ദി രചിച്ചത് അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ആരാണ്? ദുർഗ. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ്. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1957 മാർച്ച് 22. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22 ശകവർഷം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? കനിഷ്കൻ. AD 78 ശകവർഷം ആരംഭിച്ച ഭരണാധികാരി കനിഷ്കനാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ്.
ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ്. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1963. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963 റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1972. അതുവരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. 1972 റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചതെന്നാണ്? 2009 ഒക്ടോബറിൽ. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബറിലാണ്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഗുവാഹത്തി. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ആസാമിലെ ഗുവാഹത്തിയാണ്. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചതെന്നാണ്? 2010 ഒക്ടോബറിൽ. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് 2010 ഒക്ടോബറിലാണ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, കർണാടക, ജാർഖണ്ഡ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നിവയാണ്. ആനകളെപ്പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാണ്? മാതംഗലീല. ആനകളെപ്പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം മാതംഗലീലയാണ്. പേരാലിനെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1950. പേരാലിനെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം 1950 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008 നവംബർ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ ഹിന്ദി ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച എന്നാണ്? 1949 സെപ്റ്റംബർ 14. ഹിന്ദി ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മജുലി. അസമിലെ മജുലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം മഹാരാഷ്ട്രയിലെ എല്ലോറയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മറീന ബീച്ച്. ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഒഡീഷയിലെ ഹിരാക്കുഡാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഒഡീഷയിലെ ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ തെഹരി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി ഡാം, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? അന്ന ചാണ്ടി. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടിയാണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയ് ആണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയ് ആണ്. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം ഏതാണ്? 2013 മെയ് 23. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2013 മെയ് 23 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി 12 ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. സലീം അലിയുടെ ജന്മദിനമായ എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? നവംബർ 12.
ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. ദേശീയ അക്ഷയ ഊർജ്ജ ദിനം എന്നാണ്? ആഗസ്റ്റ് 20. ദേശീയ അക്ഷയ ഊർജ്ജ ദിനം ആഗസ്റ്റ് 20-നാണ്. ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ്? തമിഴ്. തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2004-ലാണ്. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഭാരതരത്നം പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്ക. ഈ ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലെ വൂളാറാണ്. ഏറ്റവും വലിയ മരുഭൂമി രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ആസമിലെ മജുലി. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ. കൂടുതൽ ജനസംഖ്യയുള്ള നഗരം മുംബൈ. കൂടുതൽ നികുതിദായകരുള്ള നഗരം മുംബൈ. ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല അരിക്നർ അണ്ണ സുവോളജിക്കൽ പാർക്ക് തമിഴ്നാട്. ഏറ്റവും വലിയ റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏറ്റവും വലിയ മുസ്ലിം പള്ളി ജുമാ മസ്ജിദ്. ഏറ്റവും വലിയ വസതി രാഷ്ട്രപതി ഭവൻ. ഏറ്റവും വലിയ ഓഡിറ്റോറിയം ശ്രീ ഷൺമുഖാനന്ദ ഹാള്. ഏറ്റവും വലിയ സ്തൂപം കേസരിയ. ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം നർമ്മദയിലെ സർദാർ സരോവർ. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലെ ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല. ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ആസാമിലെ ദിഗ്ബോയ്. ഏറ്റവും വലിയ ആശ്രമം അരുണാചൽ പ്രദേശിലെ തവാങ്. ഏറ്റവും വലിയ ലൈബ്രറി കൊൽക്കത്ത നാഷണൽ ലൈബ്രറി. ഏറ്റവും വലിയ കോട്ട രാജസ്ഥാനിലെ ചിത്തോർഗഡ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം കർണാടകയിലെ വരാഹി നദിയിൽ. ഏറ്റവും ഉയരം കൂടിയ കവാടം ബുലന്ദ് ദർവാസ. ഏറ്റവും ഉയരം കൂടിയ സ്മാരകം താജ്മഹൽ. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ തെഹരി ഡാം. ഉയരം കൂടിയ കമാന അണക്കെട്ട് കേരളത്തിലെ ഇടുക്കി ഡാം. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ഹിമാചൽ പ്രദേശിലെ ഹിക്കിം. ഇന്ത്യയിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ലഡാക്കിലെ ലേ എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനി സിയാച്ചിൻ ഗ്ലേസിയർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജമ്മു കാശ്മീരിലെ പീർ പാഞ്ചൽ റെയിൽവേ തുരങ്കം. ഏറ്റവും നീളം കൂടിയ റെയിൽവേ റൂട്ട് സർവീസ് ദിബ്രുഗഡ് കന്യാകുമാരി. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭുവൻ ഹസാരിക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ച്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് മെഗസ്തനീസ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് HJ ബാബ. ആറ്റം ബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാ രാമണ്ണ. മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാം. ബജറ്റിൻ്റെ പിതാവ് മഹലൻ നബീസ്. ആസൂത്രണത്തിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യ. എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായി. വനമഹോത്സവത്തിൻ്റെ പിതാവ് KM മുൻഷി. വ്യവസായത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ. വ്യോമയാനത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ. ഓർണിത്തോളജിയുടെ പിതാവ് AO ഹ്യൂം. ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്ത്യ ഹിക്കി. പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്ത്യ ഹിക്കി. സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെ. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് കാളിദാസൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. ഡൽഹി റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ആർമിയുടെ പിതാവ് സ്ട്രിങ്ങർ ലോറൻസ്. കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് VO ചിദംബരം പിള്ള. പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. എപ്പിഗ്രാഫിയുടെ പിതാവ് ജെയിംസ്
പ്രിൻസപ്പ്, സർക്കസിൻ്റെ പിതാവ് വിഷ്ണു പാന്ത് ഛത്രേ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ആദ്യ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി. സുപ്രീം കോടതി അഭിഭാഷികയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത മാതാ അമൃതാനന്ദമയി. ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി. ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത വയലറ്റ് ആൽവ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്ത്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി. ആദ്യ വനിതാ ലെജിസ്ലേറ്റർ മുത്തുലക്ഷ്മി റെഡ്ഡി. ആദ്യ വനിതാ മേയർ താര ചെറിയാൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ. യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ വനിതാ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. ആദ്യ വനിതാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് കൗർ. ചൈനീസ് അംബാസിഡറായ ആദ്യ വനിത നിരുപമ റാവു. ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത അരുന്ധത റോയ്. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ്. ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യ വനിത റസിയ സുൽത്താന. ആദ്യ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായിക്. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഭാനു അത്തയ്യ. ലോക സുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത്ത ഭാരിയ. വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സുസ്മിത സെൻ. വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത ഇന്ദ്രാണി റഹ്മാൻ. സ്റ്റേഷൻ മാസ്റ്ററായ ആദ്യ വനിത റിങ്കു സിൻഹ റോയ്. ഉർവശി അവാർഡ് നേടിയ ആദ്യ വനിത നർഗീസ് ദത്ത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത ആശ പൂർണദേവി. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യ വനിത KC ലേഖ. ഞാനിതെല്ലാം വായിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി ഇത് മനസ്സിലാക്കാവുന്നതാണ്. വായിച്ച് അല്ലെങ്കിൽ എഴുതി പഠിക്കുക. കൂടാതെ ഇതിൻ്റെ PDF നമ്മൾ നൽകുന്നുണ്ട്. അതുകൂടെ പ്രയോജനപ്പെടുത്തി പഠിക്കുക. എന്തായാലും ഞാനിത് സ്ക്രീനിൽ മൊത്തം കാണിക്കാം. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. നിലവിൽ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ഉള്ളത്. അത് ഏതൊക്കെയാണ്? തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവയാണ്. ദേശീയ ദിനങ്ങൾ: ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമാണ്. ജനുവരി 12 യുവജന ദിനമാണ്. അതുപോലെ തന്നെ ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനമാണ്. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനമാണ്. സാങ്കേതിക വിദ്യാ ദിനമാണ് മെയ് 11. ഭീകരവാദ വിരുദ്ധ ദിനമാണ് മെയ് 21. ഇപ്പോൾ ഇതൊക്കെ സ്ക്രീനിൽ നോക്കി എഴുതിയെടുത്ത് പഠിക്കുക. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ഇപ്പോൾ. ഇതിൽ കേരളത്തിലെ ഊരാളികൾ എന്ന ആദിവാസി വിഭാഗം കേരളത്തിലെയാണ്. വിശേഷ ദിനങ്ങളും വ്യക്തികളും: ഇപ്പോൾ ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്, ജനുവരി 12. അതുപോലെ തന്നെ ദേശീയ മാതൃസുരക്ഷാ ദിനം ഏപ്രിൽ 11 കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. ഇതൊന്നും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പഠിക്കാവുന്നതാണ്. ഇന്ത്യയുടെ കര അതിർത്തി നീളം 15,106.7 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കര അതിർത്തി 15,106.7 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7,516.6 കിലോമീറ്ററാണ്. കടൽ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി കണക്കാക്കപ്പെടുന്നത്? 12 നോട്ടിക്കൽ മൈൽ.
കടൽ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? കന്യാകുമാരി. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 രാജ്യങ്ങളാണ്. അവ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. അവ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ ശ്രീലങ്ക, മാലദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്കേ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയാണ്. ഇന്ത്യയുടെ തെക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലദ്വീപും. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ശ്രീലങ്കയും മാലദ്വീപുമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 16. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 16 ആണ്. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 2. അവ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 എണ്ണമാണ്. അവ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായും ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഒരേയൊരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരേയൊരു സംസ്ഥാനവുമായി മാത്രമേ അതിർത്തിയുള്ളൂ. അത് സിക്കിമും മേഘാലയയുമാണ്. സിക്കിം പശ്ചിമ ബംഗാളുമായും മേഘാലയ ആസാമുമായും മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? സിക്കിം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്.
അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ്. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഏക സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? മക്മോഹൻ ലൈൻ എന്നാണ്. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മോഹൻ ലൈൻ എന്നാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയുടെ പേര് ഡ്യൂറൻഡ് ലൈൻ എന്നാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറൻഡ് ലൈൻ എന്നാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ LOC. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ LAC. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ LAC. PDF ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പർ 8593069806 എന്ന നമ്പറിൽ PDF ആവശ്യമുണ്ട് എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ PDF നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1872-ലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1872-ലാണ്. ഇന്ത്യയിലെ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടന്ന വർഷം 1881 നടത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്? 10 വർഷം കൂടുമ്പോൾ. ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം 1951. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം 1951. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ. 1836 സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടന്നത്. പുരാതന ഇന്ത്യയിൽ ആദ്യമായി കനേഷുമാരിക്ക് തുടക്കമിട്ട ഭരണാധികാരി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. പുരാതന ഇന്ത്യയിൽ ആദ്യമായി കനേഷുമാരിക്ക് തുടക്കമിട്ട ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യനാണ്. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 246. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 246 ആണ്. സെൻസസ് ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റ്. സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്നത് 2011-ലാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 1. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1-മതും 2ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 121 കോടി. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയാണ്. ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രാഫി. ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രാഫി. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിനം എന്നാണ്? 1987 ജൂലൈ 11. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത് 1987 ജൂലൈ 11-നാണ്. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11-നാണ്. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 9,403:1000. അതായത് ഇന്ത്യയിൽ 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകളാണ് ഉള്ളത്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം
1084:1000 അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ദാമൻ ആൻഡ് ദിയു. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു ആണ്. ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? 69. ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 69 വയസ്സാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മഹാരാഷ്ട്രയിലെ താനെ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മഹാരാഷ്ട്രയിലെ താനെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ദിബാങ് വാലി. അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാരുടെ ശതമാനം എത്രയാണ്? 16.6%. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാരുടെ ശതമാനം 16.6%. പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ പട്ടികവർഗക്കാർ എത്ര ശതമാനമാണ്? 8.6%. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ പട്ടികവർഗക്കാർ 8.6%. പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. പട്ടികവർഗക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാം. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മിസോറാമാണ്. അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. UN-ൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2028 ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാകുന്നത് ഏത് നഗരമാണ്? ഡൽഹി. UN-ൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2028 ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാകുന്നത് ഡൽഹിയാണ്. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം ഏതാണ്? കേരളം. സാക്ഷരത കുറഞ്ഞ സംസ്ഥാനം ബീഹാറുമാണ്. ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളവും കുറവ് ബീഹാറിലുമാണ്. ഇന്ത്യയിൽ സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിൽ സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ഇന്ത്യയിൽ സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയുമാണ്. ഇന്ത്യയിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ സംസ്ഥാനം മേഘാലയയാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം നാഗാലാൻഡാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ദാദ്ര ആൻഡ് നഗർ ഹവേലി. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 2000 മെയ് 11. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 2000 മെയ് 11 ആണ്.
ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹി. ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 74.04. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 74.04 ആണ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? സെർച്ചിപ്പ്, മിസോറാം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മിസോറാമിലെ സെർച്ചിപ്പ് ജില്ലയാണ്. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? അലിരാജ്പൂർ. മധ്യപ്രദേശിലെ അലിരാജ്പൂർ ആണ് ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.